എൻ്റെ പേര് സന്ദീപ് എന്നാണ്. ഞാൻ എറണാകുളം ജില്ലയിൽ നിന്നാണ്. ഞാനിവിടെ ഇപ്പം ചിലപ്പോൾ ഇത് ഞാൻ പറയുന്നത് എൻ്റെ ഒരു അവസാനത്തെ ഒരു ഇതായിട്ടായിരിക്കും. ചിലപ്പോൾ നാളെ നിങ്ങളെന്നെ കാണണമെന്നില്ല, ഒന്നുമില്ല. അങ്ങനത്തെ ഒരു ലെവലിലാണ് ഇപ്പോൾ ഞാൻ നിൽക്കുന്നത്. ചിലപ്പോൾ എൻ്റെ കാര്യം നാളെ എന്തായിരിക്കും എന്ന് പോലും പറയാൻ പറ്റില്ല. അതുകൊണ്ട് അവസാനത്തെ ഒരു ഇതെന്നുള്ള രീതിയിൽ ഞാൻ എൻ്റെ ഫോണിൽ തന്നെ എടുത്ത് ഞാൻ പറയുന്ന കാര്യമാണ്. വേറൊന്നുമില്ല. ഞാൻ ഒരു കൊല്ലം മുമ്പ് ഇസ്ലാം മതം സ്വീകരിച്ചതാണ്. ഞാൻ മാത്രമല്ല, ഞാനും എൻ്റെ ഭാര്യയും കുട്ടിയും ഒരു കൊല്ലം മുമ്പ് ഇസ്ലാം മതം തർബിയത്തിക് ഇസ്ലാമിക് സഭ കോഴിക്കോടിൽ നിന്നും ഞങ്ങൾ സ്വീകരിച്ച ആൾക്കാരാണ്. അവിടെ നിന്ന് ഞാൻ അവിടെ പഠിക്കാൻ വന്നൊരു സുഹൃത്തിനെ പരിചയപ്പെട്ടായിരുന്നു. മനു എന്ന് പറഞ്ഞ പേരാണ്. അവൻ തിരുവനന്തപുരംകാരനാണ്. ഞാൻ പരിചയപ്പെട്ടു. അവനിട്ട് അവിടെ നിന്ന് ക്ലാസ് കഴിഞ്ഞ് പോയപ്പോൾ ഞാൻ അവനെ വിളിച്ചു. ഞങ്ങളുടെ ക്ലാസ് തീരാറായപ്പോൾ എടാ എന്തെങ്കിലും ഒരു ജോലി ശരിയാക്കിത്താ, എന്നെ പോലെയാണ് കാര്യങ്ങളെന്ന് പറഞ്ഞ് വിളിച്ചു. അവൻ പറഞ്ഞു നീ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ വിളിക്കുമെന്ന് പറഞ്ഞു. ഞങ്ങൾ മതമൊക്കെ മാറി ആ രീതിയിൽ തന്നെ ആയിട്ട് ഞങ്ങൾ അവിടെ നിന്ന് പുറത്തിറങ്ങി കഴിഞ്ഞ് ഞങ്ങൾ ഇവനെവിടെ ഉണ്ടെന്ന് ചോദിച്ചപ്പോൾ കോഴിക്കോട്ടൊരു സ്ഥലം ചെറുവണ്ണൂർ പറഞ്ഞു. ഞങ്ങൾ അങ്ങോട്ട് പോയി. ആ സമയം തൊട്ട് തുടങ്ങിയതാണ് ഞങ്ങളുടെ ഗതികേട്. അന്ന് RSSൻ്റെ പിടിയിലായതാണ്. അവരുടെ ക്യാമ്പ്, അവരുടെ എന്താ പറയുക, ഒരു വല്ലാത്തൊരു തീവ്രവാദ ഒന്നും ഞാൻ കേട്ടിട്ടുണ്ട്. ഒരുപാട് ഞാൻ തീവ്രവാദമൊന്നും കേട്ടിട്ടുണ്ട്. അത് അന്ന് വരെ ഞാൻ കേട്ടേക്കണത് ശരിക്കും തീവ്രവാദികൾ RSSകാരാണെന്ന് എനിക്ക് അന്നാണ് മനസ്സിലായത്. ശരിക്കും മത തീവ്രവാദം RSS ആണ് നടത്തുന്നതെന്ന് ഞാൻ വ്യക്തമായിട്ട് ഞാൻ പറയുന്നതാണ്. കാര്യം എന്ന് വെച്ചാൽ ഓരോരുത്തരുടെ സ്വന്തം ഇഷ്ടപ്രകാരം. ഞാൻ പ്രായപൂർത്തിയായതാണ്, എൻ്റെ ഭാര്യ പ്രായപൂർത്തിയായതാണ്, എനിക്കുള്ള കുട്ടി അവൾ ഏത് രീതിയിൽ വളരണമെന്ന് ഞങ്ങളാ തീരുമാനിക്കേണ്ടത്. പക്ഷെ ഞങ്ങളുടെ ആ തീരുമാനത്തിനൊന്നും വില വെക്കാതെ ജസ്റ്റ് ഭീഷണിയുടെ സ്വരം മാത്രം. ഒരു ആശ്രമം പോലത്തെ ഒരു സ്ഥലത്ത് ഞങ്ങളെപ്പോലെ കുറേ കുട്ടികൾ, അവരിൽ ചിലവർക്ക് ഇസ്ലാമിൽ തന്നെ വിശ്വസിച്ച് ഇസ്ലാമിലേക്ക് വന്ന ആൾക്കാർ വരെ അവിടെ പെട്ടുപോയേക്കുവാണ്. ആ രീതിയിലാണ്. ശരിക്കും അവർ നേരെ RSSകാർ തിരിച്ചാണ് പറയണത്, മുസ്ലിങ്ങൾ ഇങ്ങനെ ചെയ്യുന്നു എന്നാണ് RSSകാർ പറയണത്. പക്ഷേ ഇത് നേരെ തിരിച്ചാണ്. ഞാൻ അനുഭവിച്ചറിഞ്ഞവനാണ്. ഇതിപ്പോൾ കേൾക്കുന്ന ഓരോ RSSകാരനും എന്നെ കൊല്ലാൻ വേണ്ടി വടി കൊടുത്തുകൊണ്ട് വരുമെന്ന് എനിക്ക് 100% ഉറപ്പുള്ള കേസാണ്. അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലാണ് ഞാനിപ്പോൾ നിന്ന് പോകുന്നത്. അവിടെ നിന്ന് വന്നിട്ട് ഞങ്ങൾക്ക് ഊരിപ്പോരാനോ ഒരു നിവൃത്തിയില്ല. ജയിലാണ്, അസല് ജയിൽ കണക്കെയാണ്. അവിടെ നടക്കുന്ന ആയുധ പരിശീലനവും കാര്യങ്ങളും ഒക്കെ. കുറേ പെൺകുട്ടികളെ കൊണ്ടുവരുന്നു, ബ്രെയിൻ വാഷ് ചെയ്യുന്നു, അങ്ങനത്തെ കുറേ സംഭവങ്ങൾ. അറിയാതെ പോകുന്ന എത്ര കാര്യങ്ങൾ ഒരുപാടുണ്ട്. അങ്ങനത്തെ ഒരുപാട് തീവ്രവാദത്തിൻ്റെ ഒരു മെയിൻ കേന്ദ്രത്തിൽ പെട്ടുപോയതായിരുന്നു. പിന്നെ എൻ്റെ അച്ഛൻ മരിച്ച സമയത്താണ് എനിക്ക് പോകാനുള്ള അവസരം അവിടെ നിന്ന് കിട്ടി. പക്ഷെ എൻ്റെ ഭാര്യയോ കുട്ടീനോ വിട്ടില്ല. ഞാൻ അവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ ഒരുപാട് ചിന്തിച്ചു കഴിഞ്ഞ് ആ സമയത്ത് അള്ളാ എന്നെ സഹായിച്ചെന്ന് തോന്നണം. ഞാൻ വിളിച്ച പടച്ചോൻ എന്നെ സഹായിച്ച രീതിയിൽ മാത്രം തിരിച്ചു നിന്ന് എന്തൊക്കെയോ പറഞ്ഞ് ഞാൻ അവളെയും കുട്ടീനെ എൻ്റെ കൂടെ കൂട്ടി. എനിക്ക് തീർച്ചയായിട്ടും എനിക്ക് കൂട്ടാൻ പറ്റുമെന്ന് എനിക്ക് തോന്നിയതല്ല. പക്ഷെ എന്തോ ഒരു അനുഗ്രഹത്തിൽ അവരും കുട്ടിയും കൂടി ഇങ്ങോട്ട് വന്ന് ഇവിടെ എറണാകുളത്ത് വന്ന അന്ന് തൊട്ട് ഞങ്ങൾക്ക് ഭീഷണിയാണ്. നിന്നെ കൊല്ലും, നിന്നെ അങ്ങനെ ചെയ്യും, ഇങ്ങനെ ചെയ്യും, നീ തിരിച്ച് കോഴിക്കോടിലേക്ക് വരണം, അങ്ങനെ ഇങ്ങനെയാന്ന് പറഞ്ഞ് വളരെ ഭീഷണികളാണ്. അതിൻ്റെ ഇടയിൽ കൂടി എനിക്ക് തെറ്റ് പറ്റിപ്പോയതെന്ന് പറഞ്ഞാൽ എനിക്ക് മനസ്താപം. ചിലപ്പോൾ ഇത് കഴിഞ്ഞാൽ ഞാൻ ചിലപ്പോൾ മരിക്കാം, എന്നെ കൊല്ലാം. പക്ഷേ എനിക്ക് ഒരു തെറ്റ് പറ്റിപ്പോയ സംഭവം എന്ന് പറഞ്ഞാൽ ഞാൻ പഠിച്ചിറങ്ങിയ തർബിയത്തിക് ഇസ്ലാമിക് സഭ അത് പവിത്രമായിട്ടുള്ളൊരു സഭയാണ്. അതിനെക്കുറിച്ച് ഞാൻ ഒരിക്കലും കുറ്റം പറയാൻ പാടില്ലാത്തതായിരുന്നു. പക്ഷേ ഒരു അമ്പലം ചുറ്റും RSS, ഒരു വാളിൻ്റെ മോനെ എന്ന് ഞാനും എൻ്റെ ഭാര്യയും കുട്ടിയും പറഞ്ഞു. തർബിയത്തിക് ഇസ്ലാമിക് സഭയെ കുറിച്ച് അനാവശ്യം പറഞ്ഞു. ജനം TV കൂടെ, ആ TV കൂടായ്പാണ്. RSSകാർ എന്ത് പറയണോ അത് മാത്രം ചെയ്യുന്ന TVയാണ്. വേറെ ഒന്നിനെയും മനസ്സിലാക്കാത്ത, ഒന്നിനെ അനുകൂലിക്കാത്ത TV. വാളിൻ്റെ മുമ്പിൽ നിന്ന് പത്രക്കാരെ ഇടയിൽ നിന്ന് ഞങ്ങൾ ഇൻ്റർവ്യൂ എടുത്തിട്ട് പോയതാണ് അവർ. ഒന്ന് ആലോചിച്ച് നോക്ക് നിങ്ങൾ. എന്നുവെച്ചാൽ എനിക്ക് അത്ര മോശമായിട്ട് തർബിയത്തിക് ഇസ്ലാമിക് സഭയെ കുറിച്ച് പറയേണ്ടി വന്നു. അത് ഞാൻ എൻ്റെ മരണം മുന്നിൽ കണ്ട്, എൻ്റെ കുട്ടിയുടെ ജീവൻ കണ്ട് മാത്രം ഞാൻ പറഞ്ഞു പോയ കാര്യങ്ങളാണ്. ഞാനും എൻ്റെ ഭാര്യയും പശ്ചാത്തപിച്ചു പോയ കാര്യം അതേപോലത്തെ ഒരു പ്രസ്ഥാനം കോഴിക്കോട്. തീവ്രവാദമല്ല അവിടെ പഠിപ്പിക്കണം. അവിടെ പഠിപ്പിക്കുന്ന മതം എന്താണ്, സംസ്കാരം എന്താണ്, മുസ്ലിം എന്താണെന്നാണ് പഠിപ്പിക്കണം. നല്ല കാര്യങ്ങൾ മാത്രമേ പഠിപ്പിക്കാൻ പറ്റൂ. സിഗരറ്റ് വലിക്കാൻ പാടില്ല, കള്ളു കുടിക്കാൻ പാടില്ല, ആയുധം എടുക്കാൻ പാടില്ല, ഇങ്ങനത്തെ നല്ല നല്ല കാര്യങ്ങൾ പഠിപ്പിക്കുന്നതാണ് തർബിയത്തിക് ഇസ്ലാമിക് സഭ. ആയുധം എടുക്കണം, കൊല്ലണം എന്ന് പഠിപ്പിക്കുന്നതാണ് RSS. അതും ഞാൻ കേട്ടതാണ്. ഞാനിതിപ്പോൾ തുറന്ന് പറഞ്ഞു, തർബിയത്തിക് ഇസ്ലാമിക് സഭ അത്ര പവിത്രമായിട്ടുള്ളൊരു സ്ഥലമാണ്. അവിടെ പഠിപ്പിക്കുന്ന കാര്യങ്ങളും ഞാൻ പറഞ്ഞു. എന്ന് വെച്ചാൽ ആയുധം എടുക്കുന്നത് തെറ്റാണ്, പിന്നെ പുകവലിക്കാൻ പാടില്ല, മദ്യപിക്കാൻ പാടില്ല, ഒരു കാര്യങ്ങളും ചെയ്യാൻ പറ്റില്ല. അങ്ങനത്തെ നല്ലത് മാത്രം പറഞ്ഞു തന്നാണ്. പക്ഷേ RSS എന്ന് പറഞ്ഞാൽ ഇപ്പം ഞാൻ പറഞ്ഞതിൻ്റെ നേരെ തിരിച്ചാണ് പറഞ്ഞു തന്നത്. വർഗീയവാദമാവാം, മതത്തിന് വേണ്ടി കൊല്ലാം, ഭാരതത്തിന് വേണ്ടി കൊല്ലാം എന്ന് പറഞ്ഞാൽ ആരെയും കൊല്ലാമെന്ന് അവർ പറയണം. എന്നെ നാളെ കൊന്നേക്കാം. അതിനു മുമ്പ് ഞാൻ പറയുന്നതാണ്, എനിക്കോ എൻ്റെ ഭാര്യക്കോ എൻ്റെ കൊച്ചിനോ ജീവനൊരു ഉറപ്പില്ല. ഈ പറഞ്ഞ പോലീസുകാർ ആരോ സപ്പോർട്ട് ചെയ്യുമെന്ന് എനിക്കൊരു വിശ്വാസമില്ല.
ആ ഒരു രീതിയിൽ ഞാനിതാ പറയുന്നൊരു കാര്യമാണ്. എനിക്കിത് പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ചെയ്യുന്ന ഇസ്ലാം സ്വീകരിക്കാമെന്ന് ഒരുപാട് മനസ്സുകൊണ്ട് സ്വീകരിക്കാമെന്ന ഒരുപാട് വ്യക്തികളുണ്ടാവും. അവരൊക്കെ ഞാൻ ചിലപ്പോൾ ആ ജനം ടി വിയിൽ കൊടുത്ത പരിപാടി കണ്ടുകൊണ്ട് അപ്പോൾ തർബിയത്ത് ഇങ്ങനെയാണല്ലേ, ഇസ്ലാം ഇങ്ങനെയാണല്ലോ എന്നോർത്ത് അങ്ങനെ സ്വീകരിക്കാണ്ട് പോകരുത്. ചിലപ്പോൾ RSSൻ്റെ കേന്ദ്രങ്ങൾ ആ വീഡിയോ ഇട്ട് കാണിക്കും. ഒരു കുടുംബം പറഞ്ഞ കാര്യമാണ് തർബിയത്തിൽ ഇതാ നടക്കുന്നത് എന്ന് വെച്ചാൽ മുസ്ലിമായ ഇതാ നടക്കുന്നതെന്ന് പറഞ്ഞ് ഞങ്ങളുടെ വീഡിയോ ഇട്ട് കാണിക്കും. പക്ഷെ അതൊരിക്കലും നിങ്ങൾ വിശ്വസിക്കരുത്. നിർബന്ധിച്ച് മാത്രം ഞങ്ങളെ കൊണ്ട് ചെയ്യിപ്പിച്ച കാര്യമാണത്. അല്ലാതെ ഒരിക്കലും മനസ്സറിഞ്ഞ് ചെയ്തതല്ല. ഇസ്ലാം നല്ലൊരു മതമാണ്, നല്ലൊരു സംസ്കാരമാണ്, അങ്ങനെ തന്നെ പറയാം. RSSകാരുടെ അടുത്ത് പെട്ടുപോകരുത്, അത്രേ എനിക്ക് പറയാനുള്ളൂ. ഇത് കഴിഞ്ഞിട്ട് എനിക്ക് എന്ത് വന്നാലും എനിക്ക് എന്താ പറയണ്ടതെന്ന് അറിയില്ല. ഇതെന്തായാലും എല്ലാവരും കേട്ട് മനസ്സിലാക്കുക. ഇസ്ലാമിക് സുഹൃത്തുക്കളെല്ലാവരും എനിക്ക് വേണ്ടി ദുആ ചെയ്യുക, എനിക്കും എൻ്റെ കുടുംബത്തിന് വേണ്ടിയും പ്രാർത്ഥിക്കുക. പിന്നെ ഇത് കേൾക്കുന്ന മനുഷ്യത്വമുള്ള ഹിന്ദുക്കളുണ്ടെങ്കിൽ മനസ്സിലാക്കുക. ഇത്ര പറയാനുള്ളൂ.